കുടിക്കുള്ളൂ. ഇവിടുത്തെ അലമ്പ് കഞ്ഞേക്കാട്ടി നല്ലതാ. ഈ റീൽസ് ഇല്ലാതെ കയറുന്നോട്ടാ തട്ടാ നിൽക്കും പോയിടത്തും പമ്പ പാടിക്കുന്നത്. ഒരു കാര്യം റിഹേഴ്സൽ നടത്താം. നിന്റെ കുത്ത് മറ്റേതല്ല, നവീനം. അത് വേണ്ട, രാമായണം പഴയ രൂപത്തിൽ. രാമായണം പഴയ രൂപത്തിൽ തന്നെ, എല്ലാവർക്കും പഴയ വേഷങ്ങളും. അപ്പൊ സീതയോ? സീതയായിട്ടിപ്പോ എന്താ അവളുടെ പേര്? രോഹിണി. അവളായിക്കോട്ടെ. എന്താ ഒരു കുറവ്? എന്താ അവക്ക് ഇനി കുറയാനുള്ളത്? സീത എന്ന് പറഞ്ഞ ആരാ? ഭൂലോക സുന്ദരി, ആചാന ബാഹു, അന്ന നട. ശരിയാ, ഓളെ പിടിച്ച് സീതയാക്കിയാലേ ഇവൻ ശ്രീകൃഷ്ണന്റെ വേഷം കെട്ടിയ പോലെ. അപ്പൊ അവളല്ലാതെ പിന്നെ ആരാ സീതയുടെ വേഷം കെട്ടുന്നത്? ഒന്നല്ല 9 സീതയെ കിട്ടും. തിരക്കണം. എന്നാ ഒരു സീതയെ പൊക്കിക്കൊണ്ടെങ്കിൽ വാ സാറ്, കൊണ്ടുവരാം. പക്ഷെ ഒരു കാര്യമുണ്ട്. എന്താന്ന്? ശ്രീരാമൻ മാറണം. എന്താ എന്താ ഞാൻ പറഞ്ഞേ? ശ്രീരാമൻ മാറണം. എന്നിട്ട് ഞാൻ ശ്രീരാമനാ. അതിലും പേരെ ഇതാ. നമ്മൾ ഒറ്റ കാര്യം പറയട്ടെ, മുഖസ്തുതി പറയാണെന്ന് വിചാരിക്കരുത്. ശ്രീരാമന്റെ വേഷം കിട്ടുന്ന ആൾക്ക് നല്ല മുഖസ്തുതി വേണം. അതുകൊണ്ട് അവൻ നമ്മൾ കേട്ട ശ്രീരാമന്റെ വേഷം. ആരും ഒന്നും ആകണ്ട, ഞാൻ തന്നെ ശ്രീരാമൻ. പിന്നെ വേണമേ, പിള്ളേർ പറയുന്നതിനും കാര്യമുണ്ട്. ഇത് ഞങ്ങളുടെ മാത്രം അഭിപ്രായമല്ല, നാട്ടുകാരുടെയും കൂടിയാണ്. നാട്ടുകാരല്ല ഇതിന് കാശ് മുടക്കിയിരിക്കുന്നത്. കണ്ണി കണ്ട അലവലാദികളെ ശ്രീരാമൻ കെട്ടിക്കാനല്ല ഞാൻ ഈ പണിക്ക് നടക്കുന്നത്. ആരാ അലവലാദി? നിന്റെ കാര്യമല്ല. പിന്നെ നമ്മള് നീ മാത്രമേ ഉള്ളൂ അലവലാദി. ഞാനാണോ? ഇവിടെ വേറെ ആരും ഇല്ലേ? അപ്പൊ ഞാനാണോ അലവലാദി? പിള്ളേര് പറയുന്നത് കേട്ടില്ലാന്ന് പറഞ്ഞു. ആരാണ് ശ്രീരാമൻ ആകേണ്ടതെന്ന് നമുക്ക് തീരുമാനിക്കാം. എങ്ങനെ? ഓരോന്നിനും അതിൻ്റെതായ വഴികളുണ്ട്. എല്ലാവരുടെ പേരും എഴുതിയിട്ടുണ്ട്. നിന്റെ പേര് വരെ ഉണ്ട്. അതെന്താ വരെ? ഞാൻ എന്താ ഏഴാം കൂലി? എന്റെ പേരുണ്ടാ? ഉണ്ടാ. എല്ലാരും പേരുണ്ട്. പിന്നെ എന്റെ പേരുണ്ട്. ചേട്ടൻ തന്നെ ഐശ്വര്യായിട്ടൊരെണ്ണം എടുത്താൽ. ആർക്കാ ശ്രീരാമൻ കെട്ടാൻ ഭാഗ്യം ഇപ്പൊ അറിയാലോ. അത് എന്നിട്ട് ഉറക്കെ ഒന്ന് വായിച്ചാട്ടെ. കീരിക്കാട്ട് ചെല്ലപ്പൻ പിള്ള. എന്താ എന്താ എന്താ? കീരിക്കാട്ട് ചെല്ലപ്പൻ പിള്ള. അല്ല, ശ്രീരാമൻ കെട്ട ആർക്കാ യോഗ്യത ഇപ്പൊ മനസ്സിലായല്ലോ. ആരും അതിനെ പറ്റി വിഷമിച്ചിട്ട് കാര്യമില്ല. നമുക്ക് സീതയെ പറ്റി ആലോചിക്കാം. എന്താ വന്നാട്ടെ. ശ്രീരാമൻ കെട്ടില്ല, ലക്ഷ്മണൻ കെട്ടത്. മറ്റേ ഏർപ്പാട് ഇവിടെ ഈ പണി ഇവിടെ നടക്കത്തില്ല. എന്താ ഇതെന്താണല്ലോ? ഞാൻ ഒരു തമാശ കാണിച്ച് നീ അത് കണ്ടുപിടിച്ചല്ലേ? പിന്നെ ഉണക്കമിന് കളി അടിച്ച് കണ്ണിന് സിനിമ ചേട്ടാ ചേട്ടാ ഇതിനൊരു തീരുമാനം എടുക്കണം. ഇപ്പൊ ഇവിടെ വെച്ചൊരു തീരുമാനം എടുക്കണം. എന്നാ ഞാൻ ഒരു തീരുമാനം പറയാം. എന്നാ പറയും. ഇവിടെ രാമനുമില്ല സീതയുമില്ല. അതുകൊണ്ട് സീതയായിട്ട് അഭിനയിക്കാൻ ഒരു നല്ല പെൺകുട്ടിയെ ആരാദ്യം കൊണ്ടുവരുന്നുവോ അവൻ ശ്രീരാമൻ. ഒരു ചായ കണ്ണേ, ഒരു ചായ. ചായ. അല്ല ചേട്ടാ, ഇവിടെ എങ്ങനെയാ പൊതുവെ? അല്ല, ഇവിടെ പൊതുവെ എങ്ങനെയാ? പൊതുവെ വളരെ മോശ. രാവിലെ ഒരു 5-10 കച്ചവടം കിട്ടും. അത് കഴിഞ്ഞാൽ പൊതുവെ ഇരിപ്പ് തന്നെ. അങ്ങനെയുള്ള പൊതുവെ അല്ല. ഇവിടെ സ്ത്രീകളൊക്കെ പൊതുവെ ഒരു സഹകരണ മനോഭാവമുള്ള കൂട്ടത്തിലാണോ? മനസ്സിലായില്ല. അതായത്
ചേട്ടന്റെ കസ്റ്റഡിയില് തരക്കേടില്ലാത്ത പെൺകുട്ടികൾ ആരെങ്കിലും ഉണ്ടോ? എനിക്ക് ഈ സ്ഥലം അത്ര പരിചയമില്ലാത്തതുകൊണ്ടാണേ. വെറുതെ വേണ്ട, നമുക്ക് കാശ് കൊടുക്കാം. എന്താ പ്രശ്നം? തല്ലുള്ള തന്നെ സൂക്കേട്. ഭാഗ്യത്തിന് ആ പാറത്തെ കളവ് കണ്ടില്ല. കണ്ടിരുന്നേ കാക്കക്കുട്ടി കല്ലെടുത്തിട്ടോലെ കലവലാച്ചല്ല അത്രയും ചളമാക്കി തന്നെ. ദേ ശങ്കര, ഞാൻ പാന്റ് ഷർട്ടോട്ട് പോയപ്പോ രോഹിണി എന്നെ നോക്കി ചിരിച്ചു. ചിരിച്ചാ? സ്വാമി ഇപ്പൊ എന്തൊരു പറയണേ ശങ്കരന്റെ ബുദ്ധിയെ പറ്റി? അതിരിക്കട്ടെ, സ്വാമി അവളോട് വല്ലതും കേട്ടാ? എനിക്ക് പോവുകയെ തന്നെ കൊണ്ട് എന്തെങ്കിലും കൊള്ളാൻ. ഒരു പെണ്ണ് മൂത്തോക്കി ചിരിച്ചിട്ട് ഒന്നും മിണ്ടാവുന്നിരിക്കണേണ്ടില്ലേ? എന്തെന്നാ ചിരിച്ചേ? സുങ്ങളി എന്നൊക്കെ ചോദിക്കണ്ടേ സ്വാമി? ചോദിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ സത്യം പറഞ്ഞ ഒരു പേടി. ആ, ഇത് തുടക്കത്തിൽ എല്ലാവർക്കും ഉണ്ടാവണാണ്. പോ മാറിക്കൊള്ളു. പേടി മാറാൻ കുറച്ചുകൂടെ അടുത്തിടപഴകിയാ മതി. പക്ഷെ ഇങ്ങനെ പിറകെ ചാളുകൾ വിളിപ്പിച്ച് ഇറന്ന് അവളെ കൊണ്ട് വായി നോക്കിയെന്ന് പറയിപ്പിക്കല്ലേ. അതിപ്പോ എന്താ ശങ്കര ഒരു വഴി? സ്വാമി വാലേട്ടുപ്പിച്ചേരി. അപ്പോ ബാങ്കിലെ ജോലി? ബാങ്കിലെ ഓലി മണ്ണാ കേട്ടാ പുല്ല് കള. കക്ഷത്തിലുള്ള പോവാനും പാടില്ല, ഉത്തരത്തിൽ രാമ 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 എന്റെ അമ്മോ. രാമ 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 ഇത് വലിയ പാട് തന്നെപ്പാ. ഒരു കാര്യം ചെയ്യാം, ബാങ്കിൽ നിന്ന് ഒരു മാസം ലീവ് എടുത്താലോ? അത് ബുദ്ധി. ഞാൻ വിചാരിച്ച പോലല്ല, സ്വാമിക്ക് ബുദ്ധിയുണ്ട്. എന്ത്? അപ്പൊ പിന്നെ ഞാൻ പോട്ടെ സ്വാമി. പോവാനാ സ്വാമി? എന്തെങ്കിലും ചില്ലറ എന്റെ ഇപ്പൊ ഒന്നും ഇല്ല ശങ്കര. നമ്മളെ മാച്ചെല്ലാം തായം പൂട്ടടിച്ച് തീർത്താ? ഇല്ല, പാട്ടിനെ കൊടുത്തു. കുഴിയിലോട്ട് കാലം നീട്ടിരിക്കണ ഈ കിളവ് എന്തിനാണ് ശമ്പളം മാറ്റി ചാലയുടെ തുമ്പി കെട്ടി ഇടണത്? എന്റെ മുടിപ്പര അമ്മജി, ഇതെന്തൊരു ജമ്മം. അയ്യോ ശങ്കര ഇവിടെ ഇരിക്കും, ഞാൻ ഇപ്പൊ വരാം. ശങ്കര, ഇത് താത്തയുടെ കിണ്ടിയാ. ആരുടെ കിണ്ടിയായിരുന്നാലും പഴയ ഉരുപ്പടി വിൽക്കാം. വിറ്റോളൂ, പക്ഷെ പാട്ടി കാണാതെ കൊണ്ടുപോകണം. എനിക്ക് അറിഞ്ഞൂടാത്തോണ്ട് ചോദിക്കാണ്. സ്വാമിക്കൊരു 4 എണ്ണ ചെലവായി കൂടിയേ. എന്തിനാ? ഇത്തിപ്പോ ഒരു എലിവേഷം വാങ്ങിച്ച് അതിന് കൊടു. കിളവിടെ കാറ്റ് പോവും. മനുഷ്യന് മനനിമ്മതിയോട് ഇവിടെ കയറി വരാമല്ലേ. ശങ്കരൻ പൊയ്ക്കോളൂ. എനിക്കറിയാം, എവനെല്ലാം പോയാലും കാര്യം നടക്കൂല, ഞാൻ തന്നെ പോണം. ധാവിക്കുന്നു നമ്മുടെ പുതിയ സീത. ഏത് 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 ഇതാ? ഇതേ എന്റെ മോളാ ജാനു. പിന്നെ ഒരു വാരം മറ്റിടത്ത് നോട്ടമോ അത് കുളിക്കുക ശ്രമിക്കുക സൗകര്യമുണ്ട്. ഇത് എവിടെ നീ വധുവല്ല? എങ്ങനെയുണ്ട്? അല്ല വണ്ണം എന്നാ സീതയ്ക്ക് ഇത്ര വണ്ണേ പാടുള്ളൂ, ഇത്ര പൊക്കേ പാടുള്ളൂ എന്നൊക്കെ രാമായണത്തിൽ എഴുതി വെച്ചിട്ടുണ്ടോ? അത് മൊയിലാളി ഏമാരുടെ പറഞ്ഞു കൊടുക്കി. ആര് സീത കിട്ടുന്ന ആളാ സീത. ഇതിനെ തന്നെ കണ്ടുപിടിക്കാൻ പെട്ടതാണ് എനിക്കറിയാം. മൊയിലാളി ഇവിടും തപ്പി എടുത്തു. ഒന്നും പറയാണ്ടിരിക്കാ ഭേദം. ആദ്യം അഭിനയിക്കാൻ ഒക്കുന്നതൊക്കെ പറഞ്ഞതാ, പിന്നെ തന്തം പിടിക്കുക. നാളെ റിഹേഴ്സലുണ്ട്. എന്താണോ? ഒന്നല്ലേ മലയാളി, നമ്മുടെ നദീന്റെ തന്തയ്ക്ക് ഒരു 10 ഉറുപ്പിക കൊടുക്കേ, കള്ളു കുടിക്കേ. അതുകൊണ്ട് കുടിക്കുന്ന പിടിഞ്ഞോട്ട് വാങ്ങിച്ചോട്. നമ്മളെ വിളിച്ചാ പോരാ, 10 ഉറുപ്പിക നമ്മൾ കൊടുക്കുള്ളൂ. ഞമ്മളെ മൊലാലിന്റെ ഒരു കഷ്ടപ്പാട്. കഴിഞ്ഞ പരിപാടി നഷ്ടം കഴിഞ്ഞല്ലേ മൊലാലി? എന്താ? അല്ല ഇവിടെ എല്ലാരും പറയുന്നുണ്ട്
കാശൊന്നും തരാളുടെ മുതലാളിന്റെ ആൾമാര് പറ്റിച്ചിരുന്നു. എന്തേ താനാരോടും പറയണ്ട. അതാണ് നമ്മൾ ആരോടും പറയില്ല. മൊത്തം തുക അഡ്വാൻസ് ആയിട്ട് വാങ്ങിക്കാതെ ഞാൻ സ്റ്റേജിൽ കയറുവോ? ഒറ്റയടി കൊടുത്തു പകയിലാണ് നമ്മള് മുതലാളി. കേൾക്കാൻ പഠിച്ചാ പോരാ, നിൽക്കാൻ പഠിക്കണം. പഠിക്കാം. മുതലാളി പിന്നെ നമ്മൾ വീട്ടിൽ നെയ്ത്ത് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ചെറിയ അഞ്ചനെ പാർക്ക കല്യാണാണ്. കയ്യിൽ നിന്ന് പൈസ അയച്ചു കൊടുക്ക. വീട്ടിൽ കഷ്ടപ്പാടാണ്. അതുകൊണ്ടാണ് ഈ മുതലാളി 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 ആരാണ് എന്താണ് പരിപാടിയോ? എവിടെയാണ് എന്തോ പരിപാടി? എവിടെയാണ്? ആ രാമനാരെ വീട് ഏതാണ്? ഇത് രാമനാരെ വീടല്ലേ? വാഴയാണ് വാഴ. മുതലാളി അപ്പൊ ഞമ്മള് പറഞ്ഞ കാര്യം അല്ല കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ, വീട്ടിലേക്ക് പൈസ അയച്ചു കൊടുക്കുന്ന കാര്യം. അതെന്താണെന്ന് മുതലാളി, ആരും നമ്മളെ സഹായിക്കല്ലാണ്ടായിപ്പോയി. അതുകൊണ്ടാണ്. ഉറങ്ങുകയാണല്ലേ? ഉറങ്ങിക്കോളി. സ്റ്റേജിൽ ഡാൻസ് കളിക്കുമ്പോഴേ അപ്പൊ ഞമ്മക്കും ഉറക്കം വരും. അപ്പൊ കാണാം. തന്നെ ഞാൻ എടുക്കാമെന്ന് സമ്മതിച്ചത് തനിക്ക് ഡാൻസ് അറിയാം, പാട്ടറിയാം എന്നൊക്കെ ഇയാള് പറഞ്ഞതുകൊണ്ടാണ്. അവസാനം മറ്റുള്ളവന്മാര് കാണിക്കുന്ന മാതിരി താൻ വല്ല കോപ്രായവും കാണിച്ചാൽ ഇല്ല മാഷേ. പിന്നെ തന്റെ കളി എനിക്ക് ബോധ്യമാകുന്നത് വരെ ശമ്പളമില്ല. വേണ്ട സാർ, അത് കഴിഞ്ഞാലും വേണ്ട. ഞാൻ എല്ലാം വേഷ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് മുതലാളി. അവസാനം മറ്റുള്ളവന്മാരുടെ കൂടെ കൂടി ഞഞ്ഞാ വർത്താനം പറയാൻ വന്നോണ്ടല്ലോ. ഇല്ല മാഷേ, ഇല്ല. അപ്പോ ഈ പുരാണ കഥകളാണ് നമ്മൾ ബാലയായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നാട്യശാസ്ത്ര പ്രകാരം ഈ പുണ്യപുരാണ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുമ്പോ നമ്മൾ നിർബന്ധമായും മത്സ്യമാംസാദികൾ ഉപയോഗിക്കാൻ പാടില്ല. അല്ല, അതിപ്പോ പുരാണായാലും സോസിലായാലും ഇവിടെ മത്സ്യമാംസം ഒന്നും ഇല്ലല്ലോ. ഒന്നും മിണ്ടായിരേ മുതലാളി. സ്വാമി പൂണോ പാർട്ടി ആയതുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന കഞ്ഞിയും പയറും അടിച്ചോണ്ട് ഇവിടെ എവിടെയെങ്കിലും ചുരുളോടി കിടന്നോളൂ. അതെ അതെ. അപ്പൊ നമ്മൾ എവിടെയാ മത്സ്യമാംസം? കുട്ടികളായ ശ്രദ്ധ വേണം. ഈ നക്കുന്ന കാര്യമല്ലാതെ വേറൊരു ചിന്തയില്ലല്ലേ? ഇതെല്ലാം സത്രമാണോ? തൊടുവ് വരാനും തൊടുവ് പോകാനും ബസ് കിട്ടില്ല. അതെങ്ങനെയാ? ബസ് കിട്ടണമെങ്കിൽ മനസ്സ് നന്നായിരിക്കണം. നാളെ മുതൽ ഇങ്ങനെ താമസിച്ച് വരാനുള്ള ഉദ്ദേശമാണെങ്കിൽ ഇങ്ങോട്ട് വരണ്ട. മനസ്സിലായോ? താൻ ഒരുത്തിക്ക് വേണ്ടിയാ ഞങ്ങൾ ഇത്ര നേരം റിഹേഴ്സൽ നിർത്തി വെച്ചത്. നീ എന്റെ രോഹിനെ ചീത്ത പറയല്ലേടാ. ഇങ്ങോട്ടിരിക്ക. അമേരിക്ക. അയ്യോ അയ്യോ അയ്യോ, എന്റെ കൈയൊടിഞ്ഞേ, എന്റെ നടുവൊടിഞ്ഞ്, എന്റെ കാലൊടിഞ്ഞ്, തന്റെ കണ്ണിലെത്തിരുവേ. തന്റെ ദേഹം തിരിച്ചല്ലോ, അതിനുമ്പോ ചവിട്ടി നിർത്തിയില്ലേ? വെറും അഭിനയം സാറേ. അത് തിരിപ്പുണ്ട. അയ്യോ 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 സാറേ, എന്റെ നടുവൊടിഞ്ഞ്, എന്റെ കാലൊടിഞ്ഞ്, എന്റെ കൈയൊടിഞ്ഞ്. അയ്യോ ഇതുവരെ പറഞ്ഞൊന്നും കേട്ടില്ലേ? എന്റെ നടുവൊടിഞ്ഞ്, എന്റെ കാലൊടിഞ്ഞ്, എന്റെ കൈയൊടിഞ്ഞ്. സൈക്കിളിന് വല്ല കുഴപ്പമുണ്ടെങ്കിൽ എന്നാക്കിയിട്ട് ഈ അഡ്രസ്സിൽ ഒന്ന് എന്നെ കാണും. സൈക്കിളിന് മാത്രമല്ല, എനിക്കും കുഴപ്പമുണ്ട്. വന്ന് കാണാൻ പറഞ്ഞില്ലേ? അയ്യോ ഇംഗ്ലീഷ്. ഒരല്പം തൊലിയല്ലേ പോയിട്ടുള്ളൂ, ഒരു പ്ലാസ്റ്റർ മതി. അയ്യോ അത് പോരപ്പി, നീ കുറച്ച് ബാൻഡേജ് എടുത്ത് എല്ലായിടവും ചുറ്റും. എന്തിനെ? എന്താ നിനക്കെന്തൊരു നട്ടം? ഇത് നിന്റെ മൂപ്പിലാന്റെ വകയല്ലല്ലോ, സർക്കാർ ആശുപത്രിയല്ലേ. ചുമ്മാ ഉള്ള പ്ലാസ്റ്ററെല്ലാം എടുത്ത് വലിക്കാരി ചുറ്റടേ. ചുറ്റാൻ പറ്റൂല. കാശ് എന്ന സാധനം തരാം, തന്നെ താൻ ചുറ്റിക്കോ.
എന്തരാ വരട്ടെ ഏട് ഏവൻ സർക്കാരിനെ തെണ്ടി കായില്ല ഈ കിണ്ടി വിറ്റെടുത്തോ രക്ഷിപ്പിച്ചളയണം സുരേഷ് സാറിനെ ഒന്ന് കാണണമായിരുന്നു. സുരേഷ് മേനോൻ സാർ ഇതേ അവിടെ. ഓ അയ്യോ. സാർ എന്താ? സുരേഷ് മേനോൻ സാറിനെ ഒന്ന് കാണണമായിരുന്നു. അയ്യോ ഇരിക്കാൻ പറ്റൂല ചെല്ല. പലിശ ആഫീസിൽ ചെല്ലുമ്പോ പറയും ബ്ലേഡ് കമ്പനിയിലുണ്ടെന്ന്, ബ്ലേഡ് കമ്പനി ചെല്ലുമ്പോ പറയും സിനിമാ പെരയിലുണ്ടെന്ന്, പെരയിൽ ചെല്ലുമ്പോ പറയും പെട്രോൾ പമ്പിലുണ്ടെന്ന്, അവിടെ ചെല്ലുമ്പോ പറയും പലിശ ആഫീസിലുണ്ടെന്ന്. അങ്ങനെ കാണാൻ കേറിയിറങ്ങി എന്റെ കാലിന്റെ മുട്ടിലെ ചിരട്ട തേങ്ങി. എന്താ കാര്യം? സാറ് വന്ന് കാണാൻ പറഞ്ഞിരുന്നു. എന്തിനാ? അല്ല, കാലത്തെ സാറിന്റെ വണ്ടി ഇടിച്ചാണ് ഈ പരുവത്തിലായത്. സൈക്കിളിന്റെ എന്റെ റിപ്പയറിന് കുറച്ച് രൂപ തന്ന് സഹായിക്കാമെന്ന് പറഞ്ഞിരുന്നു. ആ, ഞാനിപ്പോ വരാം. ഓ എക്സ്ക്യൂസ് മീ.